ഏറെ ആഹ്ലാദകരമായ ഒരു വാർത്തയിലേക്കാണ് റിലയൻസ് ഡിസ്നി ലയനത്തോടെ പുതിയ സംയുക്ത സംരംഭം നിലവിൽ വന്നു. അതായത് മലയാളികൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലെ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാനെറ്റ് പ്ലസ് എന്നിവ ഇനി റിലയൻസിനൊപ്പമായിരിക്കും. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും വയാക്കോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡും വാൾട്ട് ഡിസ്നി കമ്പനിയും പുതിയ സംയുക്ത സംരംഭം രൂപീകരിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. ഏതാണ്ട് 11,500 കോടി രൂപയാണ് റിലയൻസ് ഈ സംരംഭത്തിൽ നിക്ഷേപിക്കുക. നിത അംബാനിയാണ് പുതിയ കമ്പനിയുടെ ചെയർപേഴ്സൺ. ഉദയ് ശങ്കറാണ് വൈസ് ചെയർപേഴ്സൺ ആവുക. കളേഴ്സ്, സ്റ്റാർ പ്ലസ്, സ്റ്റാർ ഗോൾഡ്, സ്റ്റാർ സ്പോർട്സ് 18 തുടങ്ങി രാജ്യത്തെ നിരവധി മുൻനിര വിനോദ കായിക ചാനലുകൾ പുതിയ കമ്പനിയുടെ കീഴിൽ ഉണ്ടാകും. ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളും ഇതിന് കീഴിൽ വരും. ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ നാഴികക്കല്ലായി പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഈ കരാർ. ഡിസ്നിയെ ലോകത്തെ ഏറ്റവും മികച്ച മാധ്യമ ഗ്രൂപ്പായി എന്നും ബഹുമാനിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അവരുമായി ചേർന്നുള്ള ഈ സംരംഭം ആവേശം ജനിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ സമാനതകളില്ലാത്ത ഉള്ളടക്കം ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി പറഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസിന്റെ ഭാഗമായി ഡിസ്നിയും മാറുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ലയനമാണ് സംഭവിക്കുന്നത്. ഇന്ത്യൻ വിനോദ വ്യവസായ രംഗത്ത് വലിയൊരു നാഴികക്കല്ലായി ഈ സംരംഭം മാറുമെന്ന കാര്യം ഉറപ്പാവുകയാണ്. കാരണം റിലയൻസിന്റെ പക്കലേക്ക് ഇന്ത്യൻ വിനോദ വ്യവസായ രംഗത്തിന്റെ പ്രധാന പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഏഷ്യാനെറ്റ് പോലെ മലയാളത്തിലെ നമ്പർ 1 വർഷങ്ങളായി മുൻനിരയിലുള്ള ചാനൽ റിലയൻസിന്റെ ഭാഗമാകുന്നു. ഏഷ്യാനെറ്റ് മെയിൻ ചാനലിനൊപ്പം ഏഷ്യാനെറ്റ് പ്ലസും ഏഷ്യാനെറ്റ് മൂവീസും റിലയൻസിന്റെ ഭാഗമാവുകയാണ്. ഇതിന്റെ എല്ലാം തലപ്പത്ത് നിത അംബാനി എത്തുന്നു എന്നുള്ളതാണ്. 11,500 കോടി രൂപയുടെ ഇടപാടാണ്. അത്രയും കോടിയാണ് റിലയൻസ് മുടക്കുന്നത്. ഏതാണ്ട് 70,000-ന് മുകളിൽ കോടി രൂപയുടെ ഇടപാടാണ്, പങ്കാളിത്തമുള്ള ഇടപാടാണിത്. ഇത് ഇന്ത്യൻ മാധ്യമ വ്യവസായ രംഗത്ത്, ഇന്ത്യൻ വിനോദ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കുള്ള കളമൊരുക്കൽ കൂടി ആയി മാറുകയാണ്.